أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ثم ليقضوا تفثهم وليوفوا نذورهم وليطوفوا بالبيت العتيق. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1076 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്തുൽ ഹജ്ജിലെ 29ാമത്തെ ആയത്താണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ليشهدوا منافع لهم ويذكروا اسم الله في أيام معلومات على ما رزقهم من بهيمة الأنعام فكلوا منها وأطعموا البائس الفقير ثم ليقضوا تفثهم وليوفوا نذورهم وليطوفوا بالبيت العتيق. صدق الله العلي العظيم. സൂറത്തുൽ ഹജ്ജിലെ 29ാമത്തെ ആയത്താണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കാനിരിക്കുന്നത്. ഇന്നലെ ഈ ആയത്തും അതിന്റെ തൊട്ടു മുമ്പുള്ള 28ാമത്തെ ആയത്തും ഉൾപ്പെടെ നമ്മൾ ചർച്ച ആരംഭിച്ചതാണ്. പൂർത്തീകരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇന്ന് ആ ഭാഗം വീണ്ടും ചർച്ചയ്ക്ക് വരുന്നത്. അതിലെ 29ാമത്തെ ആയത്ത് ഫോക്കസ് ചെയ്തുകൊണ്ട് ഇന്ന് സംസാരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ അള്ളാഹു ഹജ്ജിന് വേണ്ടിയുള്ള വിളംബരം നടത്താൻ ചുമതലപ്പെടുത്തിയ കാര്യം നമ്മൾ അള്ളാഹുവിന്റെ നിർദ്ദേശം ആ വിധത്തിൽ നൽകപ്പെട്ട കാര്യം വായിക്കുകയുണ്ടായി. ആളുകള് നടന്നും വളരെ മെലിഞ്ഞ് ശോഷിച്ച ഒട്ടകങ്ങളുടെ മേല് സവാരി ചെയ്തുകൊണ്ടൊക്കെയായിട്ട് വിദൂര ഇടങ്ങളിൽ നിന്ന് ഹജ്ജിനായിട്ട് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ആ വിളി കേട്ടുകൊണ്ട് വരും എന്നാണ് അവിടെ പറയുകയുണ്ടായത്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമാണ് ചരിത്രത്തില് ഈ ഹജ്ജ് എന്ന തീർത്ഥാടന കേന്ദ്രം അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ ചെയ്യുകയും ഹജ്ജിനായിട്ട് വിളംബരം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ളത്. ഹജ്ജിന് തുടക്കമിടുന്നത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമാണ്. ബൈത്തുൽ അതീഖ് ആണ് ഹജ്ജിന്റെ കേന്ദ്രമായിട്ട് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത്. തീർത്ഥാടനം ഈ ചിരപുരാതനമായ ആദിഭവനത്തിലേക്കാണ്. ഹജ്ജിന്റെ വേറെയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല ഇടങ്ങളുമുണ്ട്, അനുഷ്ഠാനങ്ങളുമുണ്ട്. പക്ഷെ ലക്ഷ്യമിടുന്നത് ഈ ഭവനമാണ്. മനുഷ്യകുലത്തിനായി അവർക്ക് അള്ളാഹുവുമായുള്ള ബന്ധം അവനുള്ള ഇബാദത്തിലൂടെ സ്ഥാപിതമാകുന്നതിന് വേണ്ടി ആദ്യമായി ഭൂമുഖത്ത് പണിയപ്പെട്ട ആ മന്ദിരം അവിടത്തേക്കാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യകുലത്തിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള തറവാട്ടിലേക്കാണ് ഈ തീർത്ഥാടനം നിർവഹിക്കപ്പെടുന്നത്. ഭൗതികാർത്ഥത്തിലും ആത്മീയമായ അർത്ഥത്തിലും ഒക്കെ മനുഷ്യ സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രഭവ കേന്ദ്രവും തറവാടും ഒക്കെയാണ്. അങ്ങോട്ടേക്കാണ് യാത്ര. അത് അള്ളാഹുവിന്റെ ഏകത്വത്തെ, അള്ളാഹുവിന്റെ റുബൂബിയ്യത്തിനെ അംഗീകരിക്കുന്നതിലേക്കുള്ള, അതിന് വിധേയപ്പെടുന്നതിലേക്കുള്ള യാത്രയാണ്. ആ പ്രയാണം തൗഹീദിലേക്കുള്ള യാത്രയാണ്. ഏതെങ്കിലും വിധത്തിലുള്ള വ്യതിചലനങ്ങളോ വ്യതിയാനങ്ങളോ ഒക്കെ സംഭവിച്ചു പോയിട്ടുള്ള ആളുകളൊക്കെയും തന്നെ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പിഴവുകളും വീഴ്ചകളും അതുപോലെ തെറ്റുകുറ്റങ്ങളും ഒക്കെ ഏറ്റുപറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് മുക്തി നേടിക്കൊണ്ട് തിരികെ ഈ തൗഹീദിന്റെ തറവാട്ടിലേക്കാണ് അവർ യാത്ര ചെയ്യുന്നത്. അത് അള്ളാഹുവിലേക്കുള്ള
മുഴുവനായിട്ടും അള്ളാഹുവിന് സമർപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു ഒരു പ്രവർത്തനമാണ്. അത് അനുഷ്ഠാനമാണ്. അതിന് സാമൂഹ്യ രാഷ്ട്രീയ തലങ്ങളുണ്ട്. ചരിത്രപരമായ വലിയ പ്രചോദനവും പിൻബലവും ഒക്കെ ആയിക്കൊണ്ടാണ് അത് വർത്തിക്കുന്നത്. ഒരുപാട് വശങ്ങളും തലങ്ങളും ഒക്കെയുള്ള ഇസ്ലാമിലെ ഒരു അനുഷ്ഠാനമാണ് ഹജ്ജ്. ആ ഹജ്ജിന്റെ താല്പര്യം എന്താണ് എന്നത് ഭാഗികമായിട്ട് അള്ളാഹുവിടെ വിശദമാക്കുകയുണ്ടായി. ഇന്നലെ നമ്മൾ വായിച്ച ഈ 28-ാമത്തെ ആയത്തില് ലി അഷ്ഹദു മനാഫിഅ ലഹും, ഹജ്ജിന് വേണ്ടി വിളംബരം ചെയ്ത് അവർ വരേണ്ടിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അവർക്കായുള്ള മംഫഅത്ത് തേടിക്കൊണ്ടാണ്. അവർക്ക് അതിൽ ചില പ്രയോജനങ്ങൾ അള്ളാഹു വെച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെ വിശദമായിട്ട് അത് വ്യക്തമാക്കുകയുണ്ടായതാണ്. പ്രയോജനങ്ങൾ ഭൗതികാർത്ഥത്തിലുള്ളതുണ്ട്, ആത്മീയമായ അർത്ഥത്തിലുണ്ട്, മതപരമായതുണ്ട്, സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക മേഖലകളിലൊക്കെ ഉണ്ട്. ഇതൊക്കെ ദൈവികമായ അനുഗ്രഹങ്ങളോടുകൂടി അവർക്ക് ആ പ്രയോജനങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഹജ്ജിനുള്ള വിളംബരം കാതോർത്തുകൊണ്ട് ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന് പറഞ്ഞ് ആളുകൾ എത്തുന്നത്. ഹജ്ജിന് വേണ്ടിയായി നീക്കിവെക്കപ്പെടുന്ന മാസങ്ങൾ മനുഷ്യ സമൂഹത്തിന്റെ കൂടുതൽ ഇടപെടലും സമ്പർക്കവും ഒക്കെയുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ ഒരു സമാധാന അന്തരീക്ഷം തിരിച്ചു പിടിക്കുന്നു എന്നതൊരു വസ്തുതയാണ്. യുദ്ധം നിഷിദ്ധമായ 4 മാസങ്ങൾ അതിനുള്ള കളമൊരുക്കുന്നുണ്ട്. ബാക്കി മാസങ്ങളിൽ എല്ലാവരും തലകേറി പരസ്പരം തല്ലിക്കൊല്ലുന്ന പോരാട്ടങ്ങളിലേക്കും ഏറ്റുമുട്ടലുകളിലേക്കും പോകണമെന്നല്ല. മനുഷ്യ സമൂഹത്തില് പല വിധത്തിലുള്ള സംഘർഷങ്ങളും സംഘടനകളും ഒക്കെ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷെ അതിന് അള്ളാഹു ഇങ്ങനെ നിർണിതമായ ചില മാസങ്ങള്, അങ്ങനെയുള്ള ഏറ്റുമുട്ടല്, അത് നല്ലതിനായാലും മോശം കാര്യത്തിനായാലും ഒരു വിധത്തിലുള്ള ഏറ്റുമുട്ടലുകളും ഉണ്ടായിക്കൂടാ. അത് സമാധാനത്തിനു വേണ്ടി പവിത്രമായ മാസങ്ങളായി നിശ്ചയിക്കപ്പെട്ടതാണ് എന്ന് അള്ളാഹു തീരുമാനിച്ച് അറിയിച്ചതിന്റെ ഫലമായിട്ട് ജസീറത്തുൽ അറബ് പ്രദേശങ്ങളിൽ മിക്കവാറും മനുഷ്യോൽപത്തി മുതൽ ജനനിബിഡമായ വളരെ സംഭവ വികാസങ്ങൾക്ക് സാക്ഷിയായ ഈ ഭൂപ്രദേശം മനുഷ്യന്റെ ഒരു സാംസ്കാരികവും സാമൂഹ്യവും ഒക്കെ ആയിട്ടുള്ള പ്രഭവ കേന്ദ്രവും ഒരു സ്പേഷ്യലായിട്ട് ഈ ജിയോഗ്രഫിക്കലായി മനുഷ്യർ ഓക്യുപ്പൈ ചെയ്ത പ്രദേശങ്ങളുടെ കേന്ദ്രവും ഒക്കെ ആയിട്ട് ഈ പ്രദേശത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് എല്ലാ വിധത്തിലുമുള്ള നാഗരിക മുന്നേറ്റങ്ങളുടെയും ഒരു കേന്ദ്രമായിട്ട് തന്നെ വർത്തിച്ചിട്ടുണ്ട് ചരിത്രത്തിലുടനീളം. ഇന്നും ആ പരിസരങ്ങളിലാണ് ലോകത്തിന്റെ ചലനങ്ങൾ കിടന്നിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ലോകം എപ്പോഴും തിരിഞ്ഞു മറിഞ്ഞ് അങ്ങോട്ട് ആ ഇടത്തിലേക്ക്, ആ ഭൂപ്രദേശത്തിലേക്ക് തന്നെ ഫോക്കസ്ഡ് ആവണത് നമുക്ക് കാണാൻ കഴിയും. അപ്പോ ഹജ്ജിന്റെ സർവതോന്മുഖമായ പ്രയോജനങ്ങൾ അവര് നേടുന്നതിന്, അതിന് അവര് സാക്ഷികളാകുന്നതിന്, അത് കൈവരിക്കുന്നതിന് വേണ്ടിയാണ് ഈ ആളുകൾ വിദൂര ദിക്കുകളിൽ നിന്ന് വരെ ഈ മനുഷ്യകുലത്തിന്റെ തറവാട്ടിലേക്ക് തീർത്ഥാടനം ചെയ്ത് എത്തുന്നത്. ഈ യശ്ഹദു മനാഫിഅ ലഹും, അവർക്കുള്ള പ്രയോജനങ്ങൾ, അവർക്കുള്ള മംഫഅത്തുകൾ ഏറ്റുവാങ്ങാൻ വേണ്ടിയാണ്. അത് ദർശിക്കാനും അറിയാനും അതിന് സാക്ഷികളാകാനും ഒക്കെ വേണ്ടിയാണ്. വയദ്കുറു ഇസ്മല്ലാഹി ഫി അയ്യാമി മഅലൂമാത്ത്, നിർണിതമായ ദിനങ്ങളിൽ, അറിയപ്പെടുന്ന ചില ദിനങ്ങൾ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ആ ദിനങ്ങളിൽ അവര് അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കാനാണ്. അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം, അള്ളാഹു അവർക്കായിട്ട് നൽകിയിട്ടുള്ള കന്നുകാലി വർഗത്തിൽപ്പെട്ട നാക്കാലികളുടെ മേൽ അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കുന്നതിന് വേണ്ടിയാണ്. ഇത് ആലങ്കാരികമായ ഒരു പ്രയോഗമാണ്. ഖുർആനില് എല്ലായിടത്തും ഈ രീതിയിൽ ഉപയോഗിച്ചിടത്തൊക്കെ അത് സൂചിപ്പിക്കുന്നത് ബലികർമ്മമാണ്. അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ഈ മൃഗബലി നിർവഹിക്കുക എന്നതാണ് ഈ സംഗതി, ഈ പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തുടർന്നുള്ള വാക്കുകൾ അത് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. പറയുന്നത്
ഫകുലൂ മിൻഹ വഅത്ഇമുൽ ബാഇസൽ ഫഖീർ എന്നാണല്ലോ തുടങ്ങുന്നത്. നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിച്ചു കൊള്ളുക, അതുപോലെ ഇടുക്കം അനുഭവിക്കുന്ന സകല ദരിദ്രർക്കും നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിപ്പിക്കുകയും ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ബലികർമ്മമോ അല്ലെങ്കിൽ അറവോ ഒന്നും നടത്താതെ അങ്ങനെ ഭക്ഷിപ്പിക്കുക എന്ന് പറയുന്നതിന്, പ്രത്യേകിച്ച് ചേർത്ത് പറയുന്നതിന് യാതൊരു പ്രസക്തിയുമില്ല. അപ്പം അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കാൻ അവർക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ബഹീമത്തുൽ അൻആമിന്റെ, അവർക്ക് റിസ്ഖായിട്ട് നൽകിയിട്ടുള്ള അവർക്കുള്ള വിഭവങ്ങളുടെ കൂട്ടത്തിലായി അള്ളാഹു ഉൾപ്പെടുത്തിയിട്ടുള്ള ബഹീമത്തുൽ അൻആമിനെ, കന്നുകാലികളെ, നാക്കാലികളെ, അവയുടെ മേൽ അള്ളാഹുവിന്റെ പേരുച്ചരിച്ചുകൊണ്ട് അവയെ ബലിയറുക്കുന്നതിന് വേണ്ടിയാണ് അവര് ആ നിർണിതമായ നാളില്. അതാണ് അതിൽപ്പെട്ട ഒരു സുപ്രധാനമായ സംഗതി. അപ്പോ ബലിയറുക്കുന്ന നാളുകളുടെ കാര്യത്തിൽ ഞാൻ ചില വിശദീകരണങ്ങളൊക്കെ നൽകേണ്ടായിട്ടുണ്ട്. വ്യത്യസ്തമായ വീക്ഷണങ്ങൾ അക്കാര്യത്തിലുണ്ട്. ഒരു കാര്യം ഉറപ്പുള്ളത്, യൗമുൻ നെഹർ തീർച്ചയായിട്ടും ബലിയറുക്കാനുള്ള ദിവസമാണ്. യൗമുൻ നെഹർ എന്ന് പറഞ്ഞാൽ നമ്മൾ യൗമുൽ അദ്ഹ എന്ന പേരിലാണ് ഹജ്ജിൻ്റെതല്ലാത്ത പ്രദേശങ്ങളിൽ അതിന് പറയാം. ഹാജിമാരുള്ള ആ പ്രദേശങ്ങളിൽ അതിന് യൗമുൻ നെഹർ എന്നാണ് പറയുക, അറവിന്റെ ബലിയറുക്കുന്ന ദിവസം. ബാക്കിയുള്ളിടങ്ങളിലൊക്കെ അദ്ഹ എന്ന് പറഞ്ഞാലും ബലി എന്ന് തന്നെയാണ്. പക്ഷെ അത് ഈദുൽ അദ്ഹ എന്ന വാക്കുമായിട്ട്, ബലി പെരുന്നാൾ എന്ന വാക്കുമായിട്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോ ആ ഒരു ദിവസം തീർച്ചയായിട്ടും ബലിക്കായിട്ടുള്ളതാണ്. അതിന്റെ മുമ്പ് ദുൽഹിജ്ജ 1 മുതൽ 10 ഉൾപ്പെടെയുള്ള ദിവസങ്ങള്, 1 മുതൽ 13 വരെയുള്ള ദിവസങ്ങള്, 10, പിന്നെ അയ്യാമു തശ്രീഖിന്റെ 3 ദിവസങ്ങൾ, അങ്ങനെ 13 വരെ, 10ഉം അതിനെ തുടർന്ന് 11, 12 ദിവസങ്ങള്, അങ്ങനെ 3 ദിവസം. ഇങ്ങനെയൊക്കെ വ്യത്യസ്തമായ വീക്ഷണങ്ങൾ ഇതിൽ പലരും ഇസ്ലാമിക ലോകത്ത് പ്രകടിപ്പിക്കാറുണ്ട്, അല്ലെങ്കിൽ പൂർവ്വകാല പണ്ഡിതന്മാർ അങ്ങനെ നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ഇതിൽ വ്യക്തമാവുന്നത്, യൗമുൻ നെഹർ തീർച്ചയായിട്ടും ബലിക്കായിട്ട് നിശ്ചയിക്കപ്പെട്ട ദിവസമാണ്. പക്ഷെ അന്ന് മാത്രം ആയിട്ടല്ല. ഖുർആൻ അയ്യാം എന്നാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്, ദിനങ്ങൾ എന്നാണ്. അതുകൊണ്ട് അതേ ദിവസം തന്നെ വേണമെന്നില്ല, തൊട്ടടുത്ത ദിവസമോ തൊട്ട് മുമ്പുള്ള ദിവസമോ ഒക്കെ സാധ്യമാണ് എന്നതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോ അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ബലിയറുക്കുക എന്നത് വളരെ പാവനമായ ഒരു കർമ്മമാണ്. അതിന്റെ നിഗൂഢതകളും രഹസ്യങ്ങളും ഒക്കെ അള്ളാഹുവിന് മാത്രം അറിയുന്ന ഒരു കാര്യമാണ്. അള്ളാഹു അവന്റെ സൃഷ്ടിജാലങ്ങളായ ബഹീമത്തുൽ അൻആമിനെ അവന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ബലിയറുക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതില് ആരെങ്കിലും തെറ്റിദ്ധരിക്കുകയോ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയോ ഒക്കെ ചെയ്യുന്ന വിധത്തിലുള്ള യാതൊരുവിധ ക്രൂരതയും അതിലടങ്ങിയിട്ടില്ല. അള്ളാഹു ഈ ജന്തുജാലങ്ങളെ, ഈ കന്നുകാലികളെയൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളത് അള്ളാഹുവിടെ നടത്തിയ പ്രയോഗം തന്നെ അലാമാ റസഖഹും എന്നുള്ളതാണ്. അലാമാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം. അവർക്കായിട്ട് അള്ളാഹു നൽകിയിട്ടുള്ള ജീവിത വിഭവങ്ങളാണ് ഈ കന്നുകാലികൾ. കന്നുകാലികളെ മനുഷ്യരെ പോലെയാണ്, അവരുടെ ജീവന് മനുഷ്യന്റെ ജീവനെ പോലെ വിലയുണ്ട് എന്ന വിധത്തിൽ കാണുകയില്ല. അവയുടെ ജീവന്റെ വില എന്ന് പറയുന്നത് ഈ വിധത്തിൽ പ്രയോജനപ്പെടുത്തപ്പെടുക എന്നതിലാണ്. മറിച്ച് ഈ കന്നുകാലികളോടും മൃഗങ്ങളോടൊക്കെ ക്രൂരത ചെയ്യുന്നത് തീർച്ചയായിട്ടും അള്ളാഹു വിലക്കിയ കാര്യമാണ്. അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അള്ളാഹു നിർദ്ദേശിച്ച പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാതൃക കാണിച്ചു എന്ന വിധത്തില് നല്ല മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ചുകൊണ്ട് അവയെ അറുക്കുമ്പോൾ അത് അവയോടുള്ള ക്രൂരതയാവുന്നില്ല എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് അവ്യക്തമായി വെയിഗായി കിടക്കുന്ന ഒരു മേഖല അതിലുണ്ട്. ഇപ്പോ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് മൂർച്ചയുള്ള കത്തി കൊണ്ട് മുറിച്ചാൽ വേദനിക്കൂലേ എന്ന് ചോദിച്ചാൽ, ഈ വേദനിക്കുന്ന അതിന്റെ അളവ് എത്രത്തോളം ഉണ്ട്, അത് അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കുമ്പോൾ അത് അവർക്ക് അനുഭവപ്പെടുമോ, അതിൽ വല്ല ക്രൂരതയും അടങ്ങിയിട്ടുണ്ടോ എന്നതൊന്നും നമുക്ക് ക്ലിനിക്കലായിട്ട് പരിശോധിച്ച് പറയാൻ സാധ്യമല്ല. പക്ഷെ ഈ ജീവജാലങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത് അള്ളാഹുവാണ്. ആ അള്ളാഹു തന്നെയാണ് നമ്മളോട് ഇങ്ങനെ നിർദ്ദേശിക്കുന്നത്. മനുഷ്യന് പൂർണ്ണമായിട്ട് സസ്യബുക്കായി ജീവിക്കാൻ സാധ്യമല്ല. പ്രകൃതിയുടെ തന്നെ സംവിധാനത്തിലും അങ്ങനെ ഈ വിധത്തില് മാംസം
ഭക്ഷിക്കുന്ന ഒരു പരിപാടി ഇല്ലാതാക്കിക്കൊണ്ട് സാധ്യമല്ല. കാരണം മനുഷ്യനല്ലാത്ത ധാരാളം ജീവജാലങ്ങള് ഇരയെ പിടിച്ച് തിന്നുന്ന, വേട്ടയാടി ജീവിക്കുന്ന ജീവികളൊക്കെയാണ്. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചാൽ പോലും ഭൂമുഖത്ത് ഈ ഒരു ജീവി മറ്റൊരു ജീവിയുടെ ജീവൻ എടുത്തുകൊണ്ട് അതിന്റെ മാംസം തിന്നുന്ന ഒരു രീതി ഇല്ലാണ്ടാക്കുക എന്നുള്ളത് സാധ്യമല്ല. അപ്പൊ പിന്നെ അള്ളാഹുവിന്റെ ഇത് സംബന്ധമായിട്ടുള്ള മാർഗദർശനം അങ്ങ് പൂർണ്ണതയോടുകൂടി സ്വീകരിക്കൽ മാത്രമാണ് നമ്മളുടെ മുന്നിലുള്ള ഓപ്ഷൻ. ഇനി ഈ മൃഗങ്ങൾക്ക് വേദന ഉണ്ടോ ഇല്ലേ എന്നുള്ളത് പരിശോധിക്കാൻ പോലും നമുക്ക് സാധ്യമല്ല. അത് പിടച്ചിൽ നടത്തുന്നുണ്ടെങ്കിൽ അത് എപ്പോഴും വേദന ആവണമെന്നില്ല. വേദനിക്കേണ്ട കാരണമൊന്നും മൃഗങ്ങൾക്ക് യഥാർത്ഥത്തിലില്ല. മനുഷ്യന്റെ കാര്യത്തിൽ വേദന അവരിനുള്ള മഹഫറത്വം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കാര്യം കൂടിയാണ്. എന്നാല് അള്ളാഹുവിടെ നിർദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അള്ളാഹു വിഭവങ്ങളായിട്ട് നമുക്ക് അവർക്ക് നൽകിയിട്ടുള്ള കന്നുകാലികളെ ബലിയെറുക്കാനാണ് അള്ളാഹു ആവശ്യപ്പെടുന്നത്. അത് ജാഹിലിയ കാലത്ത് ബലിയറുത്തവർ പ്രയോജനപ്പെടുത്തുന്ന ഒരു രീതി ഉണ്ടായിരുന്നില്ല. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ കാലം മുതൽ അത് നിർവഹിക്കപ്പെട്ടു വന്നിരുന്ന ഈ മൃഗബലി എന്ന കാര്യം അത് പിൽക്കാലത്ത് എപ്പോഴോ അതിൽ പല വിധത്തിലുള്ള തെറ്റായ രീതികൾ കടന്നുകൂടുകയും കഅബാലയം തന്നെ വിഗ്രഹ പ്രതിഷ്ഠകളുടെ ഒരു കേന്ദ്രമായി മാറുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ബലി പോലെയുള്ള കാര്യങ്ങളിലും അങ്ങനെയുള്ള പല അനാചാരങ്ങളും തെറ്റായ ക്രമങ്ങളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്നതാണ് വസ്തുത. ജാഹിലിയ കാലത്ത് ബലി അറുക്കുക എന്നല്ലാതെ ബലിമാംസം പ്രയോജനപ്പെടുത്തുക എന്നൊരു രീതി ബലിയറുക്കുന്നവര് ചെയ്യാറുണ്ടായിരുന്നില്ല. അത് എന്തോ മോശമായ ഒരു സംഗതിയാണ് എന്നാണ് അവർ കണ്ടിരുന്നത്. അത് തിരുത്തുകയാണ് അള്ളാഹുവിടെ. മൃഗത്തെ ബലിയെറുക്കുമ്പോൾ അതിന്റെ രക്തമോ മാംസമോ ഒന്നും അല്ല അള്ളാഹു സ്വീകരിക്കുന്നത്. അള്ളാഹു അതിനുള്ള സന്നദ്ധതയാണ്, അതിനുള്ള അതിൽ കാണിക്കുന്ന നമ്മുടെ ധനമായാലും അല്ലെങ്കിൽ നമുക്ക് അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ചെയ്യുന്ന നിലക്കൊക്കെ ആയിട്ടുള്ള സന്നദ്ധതയാണ്, ആ സമർപ്പണ ബോധമാണ് അള്ളാഹു സ്വീകരിക്കുന്നത്. ശേഷിക്കുന്നത് മനുഷ്യരുടെ പ്രയോജനത്തിനുള്ളതാണ്. മാംസം എന്ന് പറയുന്നത് സാധാരണ അറവും ബലിയും തമ്മിലുള്ള ഒരു വ്യത്യാസം അതാണ്. സാധാരണ അറുക്കുന്നത് നമ്മള് കുടുംബത്തിന്റെയോ വ്യക്തികളുടെയോ ഒക്കെ ആവശ്യത്തിന് വേണ്ടി മൃഗത്തെ അറുക്കുന്നു, അത് പ്രയോജനപ്പെടുത്തുന്നു. പക്ഷെ അത് ദാനധർമ്മങ്ങൾക്കായിട്ട് നീക്കി വെക്കുന്ന ഒരു സംഗതിയല്ല. അപൂർവമായിട്ട് അങ്ങനെ ഉണ്ടാവുന്നു കാണും. എന്നാൽ ബലി പൂർണ്ണമായിട്ടും അള്ളാഹുവിനുള്ള ഒരു സമർപ്പണം എന്നുള്ള നിലക്കാണ് നമ്മൾ നിർവഹിക്കുന്നത്. അങ്ങനെയാണ് നിർവഹിക്കേണ്ടത്. ബലി മാംസം കൈകാര്യം ചെയ്യപ്പെടേണ്ട രീതി ഇന്നലെ നമ്മൾ വ്യക്തമാക്കിയുണ്ടായതാണ്. ബലിമാംസം അതിൽ നടക്കുന്ന വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഒക്കെ കൂടി ചുരുക്കി മനസ്സിലാക്കുകയാണെങ്കിൽ 1/3 ഭാഗം ബലി അറുക്കുന്ന ആളുടെ ആവശ്യത്തിന്, അയാളുടെ കുടുംബത്തിനൊക്കെ വേണ്ടി, അതിന്റെ 2/3 1/3 ബന്ധുക്കൾക്കും അതുപോലെ സുഹൃത്തുക്കള്, അയൽവാസികള്, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ. അത് അവരുടെ സാമ്പത്തിക സ്ഥിതി ഒന്നും പരിഗണിക്കേണ്ടതില്ലാത്ത വിധത്തിലാണ് അത് നിർവഹിക്കാവുന്നത്. അതുപോലെ 3/4 ഭാഗം എക്സ്ക്ലൂസീവ് ആയിട്ട് ദരിദ്രരെ പരിഗണിച്ചുകൊണ്ടുള്ളതാവണം. ആവശ്യക്കാര്, ഞെരുക്കം അനുഭവിക്കുന്നവര് എന്നത്. ഇതില് ഓവർലാപ്പിംഗ് ആവുന്നതിനൊന്നും ഇസ്ലാമിൽ യാതൊരു തടസ്സവും വെച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന മാതൃകയിലൊന്നും അങ്ങനെയൊന്നുമില്ല. ദരിദ്രരായ ആളുകളെ അതിന് പ്രത്യേകം പരിഗണിക്കേണ്ടതുണ്ട്. ഒരു 1/3 അവർക്ക് കിട്ടുന്ന വിധത്തിലാവണം എന്നൊക്കെയുള്ള സംഗതിയാണ് നമുക്ക് അതിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതില് മുസ്ലിങ്ങളെ പാടുള്ളൂ എന്നൊന്നുമില്ല. സ്വീകരിക്കാൻ സന്നദ്ധതയുള്ള ദരിദ്രരായ ആർക്കും അത് പ്രയോജനപ്പെടുത്തുന്നതിന് ഇസ്ലാമിന്റെ അധ്യാപനങ്ങളിൽ യാതൊരു തടസ്സവും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള കർമ്മശാസ്ത്രപരമായ നൂലാമാലകൾ ഇതിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ജീവിതം സങ്കീർണമാക്കേണ്ട യാതൊരു ആവശ്യവും യാതൊരു കാര്യവുമില്ല. എല്ലാവരെയും പരിഗണിക്കുന്നതിന് യാതൊരു തടസ്സവും ഇതിൽ നമുക്ക് കാണാൻ സാധ്യമല്ല. ചിലര് തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്, ബലിമാംസം മറ്റുള്ളവർക്ക് കൊടുത്തുകൂടാ എന്നൊക്കെയുള്ള. അതൊന്നുമല്ല. ആവശ്യമുള്ള ആളുകൾക്ക്, ഫക്കീർ എന്ന് പറഞ്ഞ ആവശ്യക്കാരൻ എന്നാണ് അർത്ഥം. ആവശ്യമുള്ളവനാണ്. അത് എല്ലാ കാര്യത്തിലും ആവശ്യക്കാരനാവണം എന്നില്ല. മാംസത്തിന്റെ കാര്യത്തിൽ ആവശ്യക്കാരനായ തന്നെ മതി യഥാർത്ഥത്തിൽ.
അപ്പോ ബായിസും ഫക്കീറും ഒക്കെ ആയ ഞെരുക്കം അനുഭവിക്കുന്ന ആവശ്യക്കാർക്ക് അവരെ ഭക്ഷിപ്പിക്കുകയും ചെയ്യുന്നു. ഇവിടെ നിർദ്ദേശം കുലു എന്നും അത്വഇമു എന്നുമാണ്. നിങ്ങൾ ഭക്ഷിക്കുക, നിങ്ങൾ ഭക്ഷിപ്പിക്കുക എന്നാണ്. ഇത് നിർബന്ധമായതാണ് എന്ന നിലക്ക് ആളുകൾ അതിനെ വിശദീകരിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇത് തിന്നലും തിന്നിക്കലും അങ്ങനെ ഓരോരുത്തർക്കും നിർബന്ധ ബാധ്യതയായിട്ടുള്ളതല്ല. തിന്നാതെ ഒരാൾക്ക് വേണ്ട എന്ന് വെച്ചാല് മറ്റുള്ളവർക്ക് കൊടുക്കാം, അയാൾ തിന്നണമെന്നൊന്നുമില്ല. വലിയ അർത്ഥ ആള് അതിന് തിന്നേ പറ്റൂ എന്നൊന്നുമില്ല. അത് അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ ഖുർആനിലുണ്ട്, പൊതുവായിട്ടുള്ള നിർദ്ദേശങ്ങളായിട്ട് വരുന്നത്. അതുപോലെ ഭക്ഷിപ്പിക്കണം എന്ന് പറഞ്ഞാല് എല്ലാരെയും വഴി തടഞ്ഞു പിടിച്ച് നിർത്തിയിട്ട് വായിലിട്ട് ഇത് കൊടുക്കൊന്നും വേണ്ട. ആവശ്യമുള്ളവർക്ക് കൊടുത്താൽ മതി, അത്രയേ ഉള്ളൂ. അത് ആവശ്യമുള്ളവര് ഭക്ഷിക്കട്ടെ എന്നുള്ള നിലക്കാണ്. എന്നാലും ബലിമാംസം വഴിയെ ഇട്ടച്ച് പോകാനുള്ളതല്ല. മൃഗത്തെ ബലി അറുത്തതിന് ശേഷം അതിന്റെ ബോഡി എവിടെയെങ്കിലും അങ്ങ് തള്ളാനുള്ളതല്ല. കൃത്യമായിട്ട് നമ്മൾ സാധാരണ ഭക്ഷ്യ ആവശ്യത്തിന് വേണ്ടി അറുക്കുന്ന പോലെ അതും കൈകാര്യം ചെയ്യപ്പെട്ട് ഏറ്റവും നന്നായി പ്രയോജനം ചെയ്യുന്ന വിധത്തിൽ തന്നെ വേണം അത് കൈകാര്യം ചെയ്യാൻ. പലപ്പോഴും ഈ ബലി ദിനത്തിൽ കൂടുതൽ മൃഗങ്ങൾ ബലിയറുക്കപ്പെടുമ്പോ ഇതില് വീഴ്ച വരുന്നുണ്ട് എങ്കിൽ അത് നമ്മൾ നല്ല കരുതൽ ആവശ്യമുണ്ട്. ധാരാളം പട്ടിണി കിടക്കുന്ന ആഹാരം ലഭിക്കാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾ ഭൂമുഖത്ത് ഇഷ്ടം പോലെ ഉണ്ടാവും പലയിടത്തുമായിട്ട്. അവർക്കൊക്കെ എത്തിച്ചു കൊടുക്കാനുള്ള ശ്രദ്ധയാണ്, കരുതലാണ് നമ്മൾ കരുതൽ കാണിക്കേണ്ടത് എന്നതിൽ യാതൊരു സംശയമില്ല. പിന്നെ ബലി അതുപോലെ മൃഗങ്ങളെ അറുത്ത് മാംസമായിട്ട് ഉപയോഗിക്കുക എന്നത് ഒരു തെറ്റാണ് എന്ന നിലക്ക് പ്രചരിപ്പിക്കപ്പെടുന്ന, അല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് അകത്ത് തന്നെ അങ്ങനെ ചില വീക്ഷണങ്ങളൊക്കെ ആളുകൾ കൊണ്ടു നടക്കുന്നതും പ്രചരിപ്പിക്കുന്നതും ഒക്കെ കാണാൻ കഴിയും. മഹാ അബദ്ധമാണ് ആ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു മനുഷ്യന്റെ പ്രയോജനത്തിന് വേണ്ടി തന്നെയാണ് ഈ കന്നുകാലികളെ സൃഷ്ടിച്ച് തന്നിട്ടുള്ളത്. നിങ്ങൾ എത്ര പൂജിച്ചു കൊണ്ടു നടന്നാലോ മരണം വരെയും വേറൊരു പ്രയോജനവും കന്നുകാലികളെ കൊണ്ടുണ്ടാവില്ല. മനുഷ്യന് പാലുതരവും അതുപോലെ ചില വയലിലൊക്കെ ജോലി ചെയ്യാൻ ഉപയോഗപ്പെടുത്താം. ഇവൻച്വലി ഒരു പശു എന്താണാവുക, ഇവൻച്വലി ഒരു പോത്ത് അല്ലെങ്കിൽ ഒരു ആട് ഒക്കെ എന്താണ് അതിന്റെ ജീവിതധർമ്മം എന്നുള്ള നിലക്ക് അതിന്റെ ഒരു കാലത്ത് നിർവഹിക്കാനിരിക്കുന്നത്? ഇതൊക്കെ തന്നെയാണ്. ഇതിനു വേണ്ടിയാണ് അല്ലാഹു അവയെ സൃഷ്ടിച്ചിട്ടുള്ളത്. മനുഷ്യന്റെ ജീവനെ പോലെ കണ്ടുകൊണ്ട് നമ്മൾ അതിൽ ഒരു ഡെലിക്കേസി കാണിക്കേണ്ടതില്ല. അങ്ങനെ ആലോചിക്കുന്ന പലരും മനുഷ്യൻ അറുകൊല ചെയ്യുന്നതിൽ യാതൊരു മടിയും കാണിക്കാറില്ല. മനുഷ്യന്റെ രക്തം ചിന്തുന്നതിൽ യാതൊരു സങ്കോചവും ഇല്ല. പശുവിനെ തൊട്ടു എന്ന് പറഞ്ഞുകൊണ്ട് പ്രക്ഷോഭം ഉണ്ടാക്കുകയും ആളുകൾ തല്ലിക്കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രവണതയാണ് നമുക്ക് കൂടുതലും കാണാൻ സാധിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു എന്നതിനെ കുറിച്ച് അള്ളാഹ് പഠിപ്പിച്ച കാര്യം മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നതുകൊണ്ടോ ബോധപൂർവം അതിന് സന്നദ്ധരാവാതിരിക്കുന്നത് കൊണ്ടോ വരുന്ന അപകടമാണ് ഇതൊക്കെ എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ആരാണ് ഇതിനെയൊക്കെ സൃഷ്ടിച്ചത്? അള്ളാഹുവാണ്. ആരാണ് മനുഷ്യ ജീവനെ പാവനമായിട്ട് പഠിപ്പിച്ചത്? അള്ളാഹുവാണ്. ഖുർആൻ അങ്ങനെ തന്നെ പറയുന്നുണ്ട്. മനുഷ്യ ജീവന് പാവനമാക്കിയതാണ് അള്ളാഹു, മുഹറമാക്കിയ ഒരു സംഗതിയാണ്. അത് ജീവൻ എടുക്കുന്ന വിധത്തിൽ മനുഷ്യന്റെ മേൽ കൈവച്ചുകൂടാ. കത്തി ആയുധം ഒന്നും പ്രയോഗിച്ചുകൊണ്ട് മനുഷ്യന്റെ ജീവൻ എടുക്കുന്ന ഒരു നടപടി മനുഷ്യരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു ഏറ്റവും വലിയ കുറ്റമായിട്ട് അതിനെ അടയാളപ്പെടുത്തിയിട്ടുള്ളത് നമുക്കറിയാം. എന്നാൽ അതേ അള്ളാഹു തന്നെയാണ് ഈ കന്നുകാലികളെ ബലിയെറുക്കാനും അവയെ അറുത്ത് ഭക്ഷിച്ചുകൊള്ളാനും ഒക്കെ നിർദ്ദേശിക്കുന്നത് എന്നത് ഊന്നി മനസ്സിലാക്കിയാൽ അതിന്റെ അടിസ്ഥാനം അതിന്റെ ആയാത്തുകളുടെ അടിത്തറയിൽ അതിനെ ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ ഈ വക സാംക്രമിക രോഗങ്ങൾ, ഇതൊക്കെ ഒരുതരം സാംക്രമിക രോഗമാണ്. നമ്മൾ ജീവിക്കുന്ന നാട്ടിലെ സാംസ്കാരിക അല്ലെങ്കിൽ മതപരമായ ഒരു പശ്ചാത്തലത്തില് നമ്മളിലേക്ക് കയറി കൂടുന്ന തരം സാംക്രമിക രോഗങ്ങളാണത്. ഇത്തരം സാംക്രമിക രോഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മുക്തി നേടാൻ അള്ളാഹുവിന്റെ കിതാബ് ശ്രദ്ധാപൂർവം മനസ്സിലാക്കുകയാണ് വേണ്ടത് എന്ന് സൂചിപ്പിക്കുകയാണ് ഈ സന്ദർഭത്തിൽ. അപ്പോ തഫസഹും, പിന്നീട് അവരുടെ അഴുക്കുകൾ നീക്കിക്കളയട്ടെ എന്നാണ് ഇതിന്റെ സൂചന. ബലിയറക്കൽ കഴിഞ്ഞാൽ അവര് ഇഹ്റാമിൽ നിന്ന് വിരമിക്കാനുള്ള സമയമായി. ഹാജിമാര് ബലിയറക്കൽ ദുൽഹജ്ജ് 10 ബലിയറക്കുന്നതോടുകൂടി
അതിനെ തുടർന്ന് അവർക്ക് പിന്നെ ഇഹ്റാമിൽ തന്നെ കഴിയേണ്ടതില്ല. ഇഹ്റാമിൽ നിന്ന് വിരമിക്കാൻ അവർക്ക് അവസരമായി. അള്ളാഹു അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. സുമ്മൽ യഖ്ലു തഫസഹു, യാത്രയുടെ ദിവസങ്ങളും ഇഹ്റാമിൽ പ്രവേശിച്ച മുതൽ 6-7 ദിവസങ്ങളായിട്ട് ഹാജിമാര് പല കാരണങ്ങളാലും അവരുടെ ദേഹത്തും വസ്ത്രങ്ങളിലും ഒക്കെ ഒരുപാട് അഴുക്ക് പുരണ്ടതായിട്ടും അങ്ങനെയൊക്കെയുള്ള അവസ്ഥയുണ്ടാകും. അപ്പൊ അതൊക്കെ നീക്കി, മുടി നീക്കി, അതുപോലെ അഴുക്ക് നീക്കി വൃത്തിയായിട്ട് താടി ഒക്കെ ട്രിം ചെയ്ത് ശരിയാക്കി വൃത്തിയാക്കി, അതുപോലെ ഈ കെടുരക്തം കളയുന്ന ഒരു രീതി അറബ് ലോകത്ത് വ്യാപകമായിട്ടുണ്ട്. കപ്പിംഗ് ചെയ്യുന്ന ആളുകൾ കൊമ്പ് വെക്കുക എന്ന് പറയും. അങ്ങനെ കൊമ്പ് വച്ച് ശരീരത്തിലെ അഴുക്കുള്ള രക്തം കുറച്ച് കളയുക എന്നത് പഴയ കാലത്ത് തന്നെയുള്ള ഒരു ചികിത്സാ രീതി കൂടിയാണ്. അത് അവരുടെ ഒരു ശീലവുമാണ്. നമുക്കത് വലിയ പരിചയം ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. അത് വളരെ ആരോഗ്യകരമായ ഒരു സംഗതിയായിട്ടാണ് മനസ്സിലാക്കപ്പെടുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് അത് അഴുക്കുള്ള രക്തം കുറച്ച് കളയുന്ന ഒരു രീതിയായിട്ട് കപ്പിങ്, അതുപോലെ മുടിയെടുക്കല്, ഇഹ്റാമിന്റെ വസ്ത്രം മാറ്റി സാധാരണ വസ്ത്രത്തിലേക്ക് വരല്, കുളിച്ച് ശുദ്ധിയാകൽ, ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ ചെയ്തുകൊണ്ട് അതിൽ നിന്ന് വിരമിക്കുന്ന കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അനുഷ്ഠാനങ്ങള് പൂർത്തിയാക്കട്ടെ എന്നൊരർത്ഥത്തിലും ചിലർ അതിനെ വിശദീകരിച്ച് കാണാൻ കഴിയും. അതില് ഒരു പ്രശ്നമുള്ളത്, തഫസ് എന്ന വാക്കിന്റെ അർത്ഥം പൊടി, അതുപോലെ അഴുക്ക് എന്നൊക്കെയാണ്. അവര് പൊടിയും അഴുക്കും ഒക്കെ പറ്റിപ്പിടിച്ച ദേഹത്തും വസ്ത്രങ്ങളിലും മുടിയിലും ഒക്കെ ആയിട്ട് പറ്റിപ്പിടിച്ചതൊക്കെ ക്ലീൻ ചെയ്യട്ടെ, ക്ലിയർ ആക്കുക, അതിൽ നിന്നൊക്കെ മുക്തമാവട്ടെ എന്നാണ് അതിന്റെ നിർദ്ദേശം എന്ന് ഭാഷാപരമായിട്ട് മനസ്സിലാക്കുന്നതിന് കൂടുതൽ പ്രസക്തിയുണ്ട്. വൽ യൂഫു നുദൂറഹു, അവരുടെ നുദൂറുകളെ പൂർത്തിയാക്കട്ടെ. നുദൂർ എന്ന് പറഞ്ഞ, നെദർ എന്ന് പറഞ്ഞ നേർച്ചയാണ്. ഹജ്ജിനോടനുബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ നേർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മുഴുവനാക്കുക, അത് പാലിക്കുക, പൂർണ്ണമായിട്ട് പ്രവൃത്തിയിൽ കൊണ്ടുവന്ന് അത് ഫിനിഷ് ഓഫ് ചെയ്യാനാണ് അള്ളാഹുവിടെ നിർദ്ദേശിക്കുന്നത്. ഹജ്ജ് യാത്രയോടനുബന്ധിച്ച് പലർക്കും പല കാര്യങ്ങളിലും നമ്മൾ പല സംഗതികളും ചെയ്യാമെന്ന് പറയുകയും ഏൽക്കുകയും അങ്ങനെ നേർച്ചയാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ സദഖ ചെയ്യാൻ നേർച്ചയാക്കിയിട്ടുണ്ടാവും. അതുപോലെ പല നേർച്ചകളും ഉണ്ടാകാം. അത്തരം സംഗതികളൊക്കെയും ഹജ്ജിനോടനുബന്ധിച്ച് ചെയ്യാമെന്ന് നേരത്തെ നിശ്ചയിച്ചിരുന്നത് പൂർത്തിയാക്കട്ടെ. വൽ യതവഫു ബിൽ ബൈത്തുൽ അതീഖ്, എന്നിട്ട് അതിനെ തുടർന്ന് അവര് ബൈത്തുൽ അതീഖ്, ഈ പുരാതനമായ ഭവനം തവാഫ് ചെയ്യട്ടെ, അതിനെ പ്രദക്ഷിണം ചെയ്യട്ടെ എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. അപ്പോ വൽ യതവഫു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ സൂചിപ്പിക്കുന്ന തവാഫ്, ഹാജിമാര് ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം, ഇഹ്റാമിൽ നിന്ന് വിരമിക്കുക പോലും ചെയ്തതിന് ശേഷം അവസാനമായി ചെയ്യുന്ന ഹജ്ജിന്റെ അനുഷ്ഠാനമായ ഒരു നിർബന്ധ കർത്തവ്യമുണ്ട്. അതാണ് തവാഫുൽ ഇഫാദ എന്ന് പറയുന്നത്. മക്കയിൽ നിന്ന് പോകുന്നതിന്റെ മുമ്പായിട്ട് നിർവഹിക്കുന്ന ഒരു തവാഫ്. ഇത് നിർവഹിക്കുന്നതോടുകൂടിയാണ് ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെ പൂർത്തിയാവുക. തവാഫുൽ ഇഫാദ ഈ ബലികർമ്മത്തിന് ശേഷം, ഇഹ്റാമെന്ന് വിരമിച്ചതിന് ശേഷം സാധാരണ വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് നിർവഹിക്കാവുന്നതാണ്. അതുകൂടി നിർവഹിച്ചു കഴിഞ്ഞതിന് ശേഷം മക്കയിൽ ആരെങ്കിലും തങ്ങുന്നുണ്ടെങ്കിൽ പിന്നെ അവർക്ക് മക്കയോട് വിട പറയുന്നതിന്റെ മുമ്പായിട്ട് തവാഫുൽ വിദാ ചെയ്യാവുന്നതാണ്. അത് നിർബന്ധമുള്ള ഒരു കാര്യമൊന്നുമല്ല. പക്ഷെ തവാഫുൽ ഇഫാദ എന്നത് ഹജ്ജിന്റെ ഒരു പൂർത്തീകരണത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു സംഗതിയാണ്. ആ ഒരു തവാഫാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത് എന്നാണ് പല പ്രമുഖരായ പണ്ഡിതന്മാരും ചൂണ്ടിക്കാണിക്കുന്നത്. വലിയ യതവഫു ബിൽ ബൈത്തുൽ അതീഖ്, ഇത് അള്ളാഹുവിന്റെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള നിർദ്ദേശമായതുകൊണ്ട് ഇത് ഹജ്ജിന്റെ ഭാഗമായിട്ട് തന്നെയാണ് മനസ്സിലാക്കപ്പെടുന്നതും ഹജ്ജിന്റെ നിർബന്ധ കർമ്മങ്ങളിൽ ഒന്നായിട്ടാണ് അത് വിലയിരുത്തപ്പെടുന്നത്. അപ്പോ ബിൽ ബൈത്തുൽ അതീഖ് ആണ് ആ പുരാതനമായ ഭവനം. കഅബയാണ് ഉദ്ദേശിക്കുന്നത്. അതീഖ് എന്ന വാക്കിന് 2-3 തലത്തിൽ അർത്ഥങ്ങൾ കാണാവുന്നതാണ്. ഒന്ന്, വളരെ പഴക്കമുള്ള, വളരെ പുരാതനമായ എന്നൊരർത്ഥം. രണ്ടാമത്തത് പാവനമായ എന്നൊരർത്ഥം, വളരെ പവിത്രമായ,
അന്തസ്സുള്ള എന്നൊരർത്ഥം. മൂന്നാമത്തെ ഒരർത്ഥം സ്വതന്ത്രമായ എന്നാണ്. അതീഖ് എന്ന് പറഞ്ഞാൽ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട ആളെ പരാമർശിച്ചുകൊണ്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. എത്തുക്കും മിനന്നാർ, നരകമുക്തിയായിട്ട് നമ്മൾ മനസ്സിലാക്കാറുണ്ട്. അപ്പോ യാതൊരുവിധ പാരതന്ത്ര്യവും അനുഭവിക്കാത്ത, പൂർണ്ണമായിട്ടും ആരുടെയും ഉടമസ്ഥതയിലല്ലാത്ത സ്വതന്ത്രമായ ഭവനം എന്ന അർത്ഥത്തിലും അതിനെ മനസ്സിലാക്കുന്നവരുണ്ട്. അപ്പൊ ഈ കഅബ നിലകൊള്ളുന്ന ആ ഹറമു മക്ക അള്ളാഹു മുഴുവൻ മനുഷ്യർക്കുമായിട്ട്, അള്ളാഹുവിനെ റബ്ബായിട്ട് അംഗീകരിക്കുന്ന മുഴുവൻ മനുഷ്യർക്കുമായിട്ട് വഖഫ് ചെയ്തിട്ടുള്ള ഇടമാണ് എന്നത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. അതിലേക്കൊരു സൂചന നൽകുന്ന ഒരു പ്രയോഗമാണ് അത്തീഖ് എന്നത്. ആരുടെയും നിയന്ത്രണത്തിലല്ലാത്ത, പൂർണ്ണമായും സ്വതന്ത്രമായ, ആരും ഉടമസ്ഥപ്പെടുത്തിയിട്ടില്ലാത്ത ഈ ഭവനം എന്ന അർത്ഥത്തിലും അതിനെ മനസ്സിലാക്കപ്പെടുന്നുണ്ട്. അപ്പോ ഇതാണ് അള്ളാഹുവിടെ നിർദ്ദേശിക്കുന്ന കാര്യം. ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാമർശങ്ങൾ ഇനിയും തുടർന്നുള്ള ആയത്തുകളിൽ കുറച്ചുകൂടി വരുന്നുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും വിട്ടുപോയതുണ്ടെങ്കിൽ ആ ആയത്തുകളുടെ വിവരണത്തിന്റെ വിശദീകരണം നടത്തുമ്പോൾ അതിനോട് ചേർത്ത് ബാക്കി കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം എന്നാണ് വിചാരിക്കുന്നത്. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.